നമസ്കാരം. ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളിലൊന്നായ CPI ഇപ്പോൾ CPM-മായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണ്. അതോടുകൂടി ഇടതുമുന്നണിയിൽ നിന്നും അവർ കോൺഗ്രസിലേക്ക് ചേക്കേറുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇത്തരത്തിൽ ഇടതുപക്ഷത്ത് നിന്നാൽ അല്ലെങ്കിൽ CPM-നോട് ഒപ്പം നിന്നാൽ അവരുടെ വലിയേട്ടൻ മനോഭാവം കാരണം തങ്ങൾക്ക് അർഹമായ ഒരു ഗുണവും പ്രാതിനിധ്യവും ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ഉയർന്നതിനെ തുടർന്ന് അത്തരത്തിലുള്ളൊരു ചിന്തയിലേക്ക് ഇപ്പോൾ CPI-യുടെ സംസ്ഥാന കമ്മിറ്റി തന്നെ നീങ്ങുന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. ഇത്തരത്തിലുള്ളൊരു ആക്ഷേപവുമായി, അതായത് CPM-നോട് ഒപ്പം നിന്നാൽ തങ്ങൾക്ക് യാതൊരു നേട്ടവും ലഭിക്കില്ല എന്നുള്ള ചിന്ത ഉണ്ടായത് കൊല്ലം, തിരുവനന്തപുരം, ഇടുക്കി, തൃശ്ശൂർ ജില്ലാ കമ്മിറ്റികളിലാണ്. അവർ ഇക്കാര്യം സംസ്ഥാന കമ്മിറ്റിയെ അറിയിച്ചിട്ടുമുണ്ട്. അതായത് നേരത്തെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുമ്പോൾ 2 തവണ മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചു. പക്ഷേ ഇപ്പോൾ തങ്ങളെ ചവിട്ടിത്തേക്കുന്ന മനോഭാവമാണ് CPM-നുള്ളത് എന്നാണ് ഇപ്പോൾ അവർ CPI-യിലെ ജില്ലാ നേതാക്കൾ, ജില്ലാ കമ്മിറ്റികൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, കേരള കോൺഗ്രസ് എം വന്നതോടുകൂടി തങ്ങളോട് ഒരു രണ്ടാനമ്മ മനോഭാവമാണ് ഇപ്പോൾ CPM പുലർത്തുന്നത്. കൂടുതൽ പരിഗണന നൽകുന്നത് കോൺഗ്രസിനാണ് എന്നുള്ള പരാതിയും ഉയർന്നിട്ടുണ്ട്. അതുതന്നെയല്ല, ഈ പിണറായി വിജയൻ്റെ, മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ്റെ സ്വേച്ഛാധിപത്യ മനോഭാവം, അഹങ്കാരവും ധാർഷ്ട്യവുമൊക്കെ ഇടതുമുന്നണിക്ക് വലിയ തോതിൽ നാശമാകും. അതുകൊണ്ട് തന്നെ അടുത്ത ഇലക്ഷനിൽ ഇടതുമുന്നണിക്ക് വലിയ തോതിൽ പരാജയം സംഭവിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതും ഈ ജില്ലാ കമ്മിറ്റികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, CPI നിന്ന സ്ഥലങ്ങളിലൊക്കെ പാർലമെൻറ്റ് ഇലക്ഷനിൽ വലിയ തോതിലുള്ള കനത്ത പരാജയം നേരിടേണ്ടി വന്ന ഒരു പാർട്ടിയായി CPI മാറി. അത് തിരുവനന്തപുരത്തായാലും വയനാട്ടിലായാലും തൃശ്ശൂരിലായാലും കനത്ത രീതിയിലുള്ള പരാജയമാണ് തങ്ങൾക്കുണ്ടായത് എന്നുള്ള സൂചനകളും ഈ ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇത്തരത്തിൽ CPM-മായുള്ള ബന്ധം ഉപേക്ഷിക്കുവാനുള്ള ഒരു ധാരണയിലേക്ക് നീങ്ങണമെന്നാണ് ജില്ലാ കമ്മിറ്റികൾ, CPI-യുടെ ഈ ജില്ലാ കമ്മിറ്റികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. CPM-നെതിരെയും പിണറായി വിജയൻ്റെ ഭരണത്തിനെതിരെയും ധാർഷ്ട്യത്തിനെതിരെയുമൊക്കെ CPI-യിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ C. ദിവാകരൻ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വലിയ തോതിൽ പ്രതികരണവുമായി തീരുന്നു. ഇതൊക്കെ ഒരു സൂചന നൽകുന്നത് CPM-മായും അതുപോലെ ഇടത് മുന്നണിയുമായിട്ടുള്ള ബന്ധം CPI ഉപേക്ഷിക്കും എന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു സൂചനയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ.